നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ 4 വഴിക്കൂടെ വിമർശനങ്ങൾ മാത്രമാണ് ഉയരുന്നത്. സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കളും അണികളും അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കൊല്ലത്തെ CPM ജില്ലാ സെക്രട്ടേറിയറ്റിലും രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ശൈലി മാറ്റണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് വിമർശിച്ചു. തിരഞ്ഞെടുപ്പ് സമയത്ത് മുൻ മന്ത്രി AK ബാലനും LDF കൺവീനർ EP ജയരാജനും നടത്തിയ പ്രസ്താവനകൾ തിരിച്ചടിയായി എന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDF നേരിട്ട കനത്ത പരാജയമാണ് യോഗത്തിൽ ചർച്ചയായതും. AK ബാലൻ നടത്തിയ ഈനാമ്പേച്ചി മരപ്പെട്ടി ചിഹ്നം പ്രസ്താവന, BJP സ്ഥാനാർത്ഥികളെ പുകഴ്ത്തിയുള്ള EP ജയരാജന്റെ പ്രസ്താവന എന്നിവ അനുചിതമായിരുന്നു. BJP നേതാവ് പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം വോട്ടെടുപ്പ് ദിവസം രാവിലെ EP ജയരാജൻ തുറന്നു സമ്മതിച്ചതും തിരിച്ചടിയായി. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP യെ മാറ്റുകയോ നിയന്ത്രിക്കുകയോ വേണമെന്നും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരുന്നു. നവകേരള സദസ്സിനെതിരെയും രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉന്നയിച്ചത്. നവകേരള സദസ്സിലെ ജീവൻ രക്ഷാപ്രവർത്തനം ഒഴിവാക്കാമായിരുന്നു. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിന് താഴെ തട്ടിലുള്ള പ്രവർത്തകരെ നിരാശരാക്കി. ഇടതുപക്ഷ ബോധ്യത്തോടെ സ്വന്തം മണ്ഡലങ്ങളിൽ പോലും CPI പ്രവർത്തിച്ചില്ല എന്നും യോഗത്തിൽ കുറ്റപ്പെടുത്തി. MLA M മുകേഷിനെതിരെയും വിമർശനം ഉയർന്നു. സ്ഥാനാർത്ഥി എന്ന നിലയിൽ M മുകേഷിന്റെ പ്രവർത്തനം മോശമായിരുന്നു. പാർട്ടി ഘടകങ്ങൾ നിശ്ചയിച്ചതുപോലെ പരിപാടികളൊന്നും തന്നെ നടന്നില്ല. NK പ്രേമചന്ദ്രനെതിരായ വ്യക്തിപരമായ പ്രചരണം ഒഴിവാക്കാമായിരുന്നു. മുന്നണി എന്ന നിലയിൽ ഐക്യപ്പെടൽ ഉണ്ടായില്ല. ന്യൂനപക്ഷ വോട്ടുകൾ പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയില്ല എന്നും യോഗത്തിൽ വിലയിരുത്തി.